നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടന്റ്. 2026 ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമാരുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ ഏറ്റവും മികച്ച കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? ആരുടെ എങ്കിലും ജീവിതത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണോ പണം എന്നുള്ളത്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലാനും ഒരു ആക്ഷനും കൂടെ ഒരു സാമ്പത്തികമായ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു സഹായം ആവശ്യമില്ലാത്ത വ്യക്തികളുണ്ടോ? ഏതൊരു മനുഷ്യന്റെയും ഇന്നത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിങ്ങിന്റെയും AI-യുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് വ്യക്തികളോടാണ്, മനുഷ്യനോടാണ് താല്പര്യം. അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും അടുത്ത് ഇടപഴകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് യന്ത്രങ്ങളോടല്ല, മനുഷ്യനോടാണ്. അവിടെയാണ് ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങിന്റെ ഈ 2026 സ്കോപ്പ്. എന്തൊക്കെയാണ് ഈ 2026 ഒരു സെക്കൻഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനോ ഉള്ള സാധ്യത എന്താണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായി തുടങ്ങിക്കൊണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളൊക്കെ തന്നെയും വൺ ടൈം സെല്ലിംഗ് ആണ്. അതേസമയം ഇതൊക്കെ ലോങ് ടേം ആയിട്ടുള്ള സ്കീമുകളുമായിരിക്കാം. ഏറ്റവും സിമ്പിളായി ഒരു പോസ്റ്റ് ഓഫീസ് RD എക്സാമ്പിൾ നമുക്ക് എടുക്കാം. മിനിമം 5 വർഷത്തേക്ക് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ഈ 5 വർഷവും അടയ്ക്കുന്നതിലെ ആദ്യത്തെ ഒരു മാസത്തെ ആദ്യ തവണ മാത്രമാണ് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നേരിട്ട് ഇടപഴകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സെയിൽ ക്ലോസ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഇത് ആരാണോ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്, അവർക്ക് എന്താണോ അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ്, അല്ലെങ്കിൽ അവർ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ആ സ്കീം എടുത്തിട്ടുള്ളത്, അത് നേടിയെടുക്കുന്നതിന് എത്ര കാലാവധി അനുസരിച്ചിട്ടാണ് അടയ്ക്കാൻ അവർ തയ്യാറാവുന്നത്, അതിനനുസരിച്ച് അവരടയ്ക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കാണ് ആ പ്രോഡക്റ്റ് ആരാണോ അവർക്ക് സെല് ചെയ്ത് അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻകം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പഴയ കാലത്തെ അല്ലെങ്കിൽ ഓൾഡ് ട്രഡീഷണൽ സ്റ്റൈലും ഡിജിറ്റൽ സ്റ്റൈലുമാണ് ഈ ഇതിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ജനസംഖ്യ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കണമെങ്കിൽ നെഗറ്റീവ് സെൻസിൽ കാണാം. പക്ഷേ അതൊരു പോസിറ്റീവ് സെൻസിൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാരണം പീപ്പിൾ ഈസ് ദ അസറ്റ് അല്ലെങ്കിൽ വെൽത്ത് ആർക്കാണ് ആവശ്യം? ജനത്തിനാണ് ആവശ്യം. ഓരോ പേഴ്സണും അതിന് വ്യക്തികൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഓരോ വ്യക്തിയും അവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഗോളുകളിൽ ഫിക്സ് ചെയ്ത് അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരെ സഹായിക്കേണ്ടത് ഇന്ന് ഓരോ മേഖലയിലും AI ഇന്റഗ്രേഷനും മെഷീൻ ലേണിങ്ങും മെഷീൻ അഡോപ്ഷനും മെഷീൻ ഇന്റഗ്രേഷനും ഒക്കെ വരുമ്പോൾ അവിടെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അവരുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനോ ഇമോഷൻസ് പങ്കുവെക്കാനോ ഒക്കെ അവിടെ ഒരു മനുഷ്യന്റെ ആവശ്യം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഗ്യാപ്പ്. ഒരു മനുഷ്യനെ അവിടെ ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഒരു മനുഷ്യനോട് തുറന്നു പറഞ്ഞ് പരസ്പര ഇമോഷൻസ് കൈമാറി ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായി ട്രസ്റ്റ്, നെറ്റ്വർക്കും ജനങ്ങൾ തമ്മിലുള്ള നെറ്റ്വർക്ക് ഇവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നു. ഓരോ വ്യക്തിയും പരസ്പരം കണക്റ്റഡ് ആവുന്നു. ഇതിനൊക്കെയും ഒരു മെഷീനെ സംബന്ധിച്ച്, ഒരു AI സംബന്ധിച്ച്, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് പരിമിതിയുണ്ട്. ഇവിടെ ആളുകൾ വിശ്വസിക്കുന്ന എപ്പോഴും മനുഷ്യനെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മനുഷ്യന്റെ ആവശ്യമുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ്
മുൻപ് ഒരു 5 വർഷം മുൻപത്തെ കാര്യമെങ്കിലും പറയാം, അല്ലെങ്കിൽ ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ, ഈ രണ്ട് മേഖലയുമായിട്ട് ഈ രണ്ട് തരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്ന, ഇവിടെ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വ്യക്തിയെ പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏരിയ പരിചയം ഉണ്ടാവും. ആ ഏരിയക്ക് അകത്തുള്ള വ്യക്തികളായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇവരുടെ പ്രൈം കസ്റ്റമേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അവരായിരിക്കും. ഇനി ഇവിടെ സംഭവിക്കുക എന്താണ്? ഇവിടുന്ന് റെഫറൽസ് എടുക്കും. ഈ വ്യക്തിയിൽ നിന്ന് അടുത്ത ഒരു 3 വ്യക്തിയിലേക്ക്, ഈ 3 വ്യക്തിയിൽ നിന്ന് അടുത്ത 3 വ്യക്തിയിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ട്രഡീഷണൽ കൺസൾട്ടിങ്, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫിനാൻഷ്യൽ അഡ്വൈസിങ്ങിന്റെ രീതി, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ രീതി. ഇവിടെ നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് പറയും? നമ്മൾ ഒരു ലിസ്റ്റ് വേണം പറയും, അതിലേക്ക് വേണ്ട ആളുകൾ അവരെ മീറ്റ് ചെയ്യാൻ പറയും, മീറ്റ് മോർ പീപ്പിൾ എന്ന് പറയും. ഇതാണ് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള മാർക്കറ്റിങ്ങിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മീറ്റ് മോർ പീപ്പിൾ എന്നുള്ളതാണ്. ആ ആളുകളിൽ നിന്നും കൂടുതൽ റെഫറൻസ് എടുത്ത് കൂടുതൽ ബിസിനസ്സിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ എത്ര കണ്ട് അവിടെ വിജയിക്കുമെന്നുള്ളത് ആ ഓരോ വ്യക്തിയുടെയും കഴിവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ ഡിജിറ്റൽ പ്രസൻസ് കൂടിയുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് സംഭവിക്കാം? ഇതേ രീതിയിൽ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ന്യൂ വേസ് കംപ്ലീറ്റ് ഉപയോഗിക്കും. ഓൺലൈൻ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തും. പേഴ്സണൽ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കും. ഇവര് എല്ലാ ദിവസവും വാല്യൂ ബേസ്ഡ് ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കും. വാല്യൂ ബേസ്ഡ് ഡെലിവറി ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവർ എന്തിലേക്ക് മാറും? ഒരു കൺസൾട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ കോച്ചിങ്ങിലേക്ക് മാറാൻ കഴിയും. ഡിജിറ്റൽ പ്രോഡക്റ്റുകൾക്ക് വിൽക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഒരു ഡിജിറ്റൽ ആയിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച്. ഇവര് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, ട്രഡീഷണൽ കൺസൾട്ടന്റ് ആയിട്ട് യാത്ര തുടങ്ങിയെങ്കിലും ഒരു ഡിജിറ്റൽ കൺസൾട്ടന്റ് ആയി മാറുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്നോവേഷൻസ് എല്ലാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ശക്തി, സോഷ്യൽ മീഡിയ ശക്തി എല്ലാം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രമേണ അവർ എന്തായിട്ട് മാറും? ഒരു ലൈഫ് കോച്ചായി മാറും. ഒരു ഡിജിറ്റൽ കോച്ചായി മാറാം. അവർക്ക് അവരുടേതായ ഒരു ട്രൈബിനെ ഉണ്ടാക്കിയെടുക്കാനും അവരുടേതായ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയും. ഇന്ന് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ എണ്ണമോ നിങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളോ ഒന്നുമല്ല കാരണം. നിങ്ങൾ ഇല്ലാത്തപ്പോൾ, നിങ്ങളുടെ ആബ്സെൻസിലും ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ദർ ഇസ് എ പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഫസ്റ്റ് പേഴ്സൺ നമ്മളാവുക എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ കൺസൾട്ടന്റ് ആവുന്നത് കൊണ്ടുള്ള ഗുണം. ഇങ്ങനെയാണ് ഒരു ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ് എന്ന സംഭവം, എന്ന കാര്യം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ, എന്നാൽ ഏതൊരു അഡ്വൈസറും, ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്ററും, ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്ററും ഒക്കെ ഇന്ന് മിനിമം യൂസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പേഴ്സണൽ ബ്രാൻഡ് ആവുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് അവരുടെ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇന്ത്യയുടെ സാധ്യത എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെന്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പാൻ ഇന്ത്യ ബിസിനസ് സാധ്യതയാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആവുക എന്നുള്ളത്. ഓൾ ഇന്ത്യ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെവലപ്മെന്റ് ഓഫീസറായി മാറുന്നത് തൊട്ട് നിങ്ങളുടെ ജീവിതം മാറുകയാണ്.
ഇന്ത്യയിൽ ഒട്ടാകെ പരന്നു കിടക്കുന്ന, ഇന്ത്യയുടെ ഏത് സിറ്റിയിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ സ്വന്തം ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ സാധ്യത ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന് ഇന്ന് ലഭ്യമാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.